ആ മഞ്ഞ കുപ്പായത്തിൽ ഇനി നെയ്മർ ജൂനിയർ ഇല്ല. വളരെ സങ്കടകരമായ നിമിഷമാണ് കടന്നു പോകുന്നത്. റൊണാൾഡിനോയ്ക്കും കക്കയ്ക്കും റൊണാൾഡോയ്ക്കും ശേഷം ബ്രസീലിയൻ ടീമിന്റെ ആരാധകർക്ക് ഇത്രയധികം മനം കവർന്ന വേറൊരു ഫുട്ബോൾ താരമില്ല. അയാൾക്ക് പറയാനത്ര ട്രോഫിയോ വാലന്റിയറോ ബെസ്റ്റ് പ്ലെയറോ ഒന്നുമില്ല. പക്ഷെ അയാൾ കളിക്കുന്ന മനോഹരമായ ഫുട്ബോൾ കണ്ടിട്ടാണ് ഇത്രയധികം ആരാധകർ അയാളുടെ കൂടെ കൂടിയത്. അയാൾ ടീമിൽ നിന്ന് വിരമിച്ചാലും ഇന്നും ഓരോ ആരാധകർക്കും അയാളുടെ കളികൾ ഇന്നും ഓർമ്മകളായിട്ടുണ്ടാവും മനസ്സിൽ. അയാൾ ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് വിരമിക്കുന്നില്ല. നെയ്മറിന്റെ ഒരു പെർഫോമൻസ് എടുത്തു നോക്കുകയാണെങ്കിൽ 2013 കോൺഫെഡറേഷൻ കപ്പിൽ സ്പെയിനെ തകർക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചത് നെയ്മറാണ്. അതുപോലെ തന്നെ 2014 വേൾഡ് കപ്പിൽ നെയ്മർ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ബ്രസീലിയൻ ടീം തോറ്റു പുറത്തുപോയത്. പിന്നെ 2022 കോപ്പ അമേരിക്കയിൽ അർജന്റീനയ്ക്കെതിരെയുള്ള ഒറ്റയാൾ പോരാട്ടം അതിന്നും ആരാധകരുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. നെയ്മർ ഇല്ലാത്ത ഒരു ബ്രസീലിയൻ ടീം നമുക്ക് ആലോചിക്കാൻ പോലും വയ്യ. ബ്രസീലിന് വേണ്ടി 130 മത്സരങ്ങളിൽ നിന്ന് 80 ഗോളും 59 അസിസ്റ്റുമാണ് അയാൾ നൽകിയിട്ടുള്ളത്. എക്കാലത്തെ ബ്രസീലിലെ ടോപ്പ് സ്കോറാണ്. അയാൾ ഒരു ഹിസ്റ്ററി നേടിയിട്ടാണ് അയാൾ റിട്ടയർഡ് ആവുന്നത്. എന്തായാലും താങ്ക് യു ലെജൻഡ്. നിങ്ങൾ തന്ന എല്ലാ മനോഹരമായ നിമിഷങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയും.